അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ തൗഫീഖോട് കൂടി പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ അർത്ഥവും ആശയവും ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കുകയും തുടർന്ന് അതിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളിൽ നിന്നുള്ള 25 ചോദ്യങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് 6 മുതൽ 35 വരെയുള്ള 30 ആയത്തുകളിൽ നിന്നുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ സൂറത്ത് പഠിച്ചു പോയവർക്ക് വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു രീതി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം 2-3 ആഴ്ചകൾ കഴിഞ്ഞാൽ നമ്മുടെ വാർഷിക പൊതുപരീക്ഷ വരുന്നു എന്ന നിലക്ക് അതിൻ്റെ മുന്നോടിയായി തന്നെ ഈ സൂറത്ത് ഒന്നുകൂടി ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണം എന്ന ആഗ്രഹത്തോടെയാണ് കൂടുതൽ ആയത്തുകൾ, 30ഓളം ആയത്തുകൾ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ സൂറത്തിൽ 135 ആയത്തുകളാണ് ആകെ ഉള്ളത്. അതിലെ 5 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇതിലെ 6-ാമത്തെ ആയത്തിൽ, വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് വമാ ബൈനഹുമ, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ളതും, വമാ തഹ്ത സറ എന്ന വാക്കിന്റെ അർത്ഥം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം മറ്റു വാക്കുകളൊക്കെ ആ ആയത്തിൽ കേട്ട് പരിചയമുള്ളതാണ്, സമാവാത്ത്, അർള്, ബൈനഹുമ ഒക്കെ. പക്ഷെ സറ എന്നത് സാധാരണ അധികം വന്നിട്ടില്ലാത്തൊരു വാക്കാണ്. എന്താണ് സറ എന്ന വാക്കിന്റെ അർത്ഥം? തുറാബ് എന്നാണ്, മണ്ണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ മുത്തറാദിഫ്, അതിന്റെ പര്യായ പദം തന്നെ നമ്മൾ ചർച്ച ചെയ്തതും നമ്മുടെ പഠന സഹായിയിൽ എടുത്തു കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു വാക്കാണ്. സറ എന്ന് പറഞ്ഞാൽ അർള്, തുറാബ്, പ്രതലം, മണ്ണ്, നിലം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വഇൻ തജ്ഹർ ബിൽ ഖൗൽ, നീ വാക്കുകൊണ്ട് എത്ര അത്യുച്ചത്തിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫ, അല്ലാഹു രഹസ്യമായതും ഗോപ്യമായതും അറിയും. സിർറും അറിയും, ഖഫിയും അറിയും. അല്ലാഹു സിർറ് രഹസ്യമായത് അറിയും, വ അഖ്ഫ അത്യന്തം ഗോപ്യമായ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും അല്ലാഹു അറിയുക തന്നെ ചെയ്യും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ സിർറ് അഥവാ രഹസ്യമായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലിങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പുറത്തു പറയാതെ മനസ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് സിർറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് പറയുക പോലും ചെയ്യാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങൾക്കാണ് അഖ്ഫ എന്ന് പറയുന്നത് എന്ന ഒരു വിശദീകരണം നൽകിയ പണ്ഡിതൻ ആരാണ് എന്നതാണ് അടുത്തൊരു ചോദ്യം. ആർക്കും പറയാം. ഇമാം ലഹാക്ക് റഹിമഹുള്ളയാണ് അങ്ങനെയുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. സിർറ് രഹസ്യം, നീ നിന്റെ മനസ്സിനോട് സംസാരിച്ചതും, അഖ്ഫ എന്നത് നീ സംസാരിക്കാതെ നിന്റെ മനസ്സിൽ വെച്ചിട്ടുള്ള കാര്യവുമാണ്, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യവുമാണ് എന്നാണ് അതിന്റെ വിശദീകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ് എന്ന പ്രസ്തുത ആയത്തിന്റെ വിശദീകരണത്തിൽ ഹൃദയങ്ങളിലുള്ളത് പോലും അറിയും, രഹസ്യമായത് അറിയും,
പടച്ചവനെ മറച്ചു വെക്കാൻ നമുക്കൊന്നും കഴിയൂല. പടപ്പുകളെ വേണമെങ്കിൽ ചിലതൊക്കെ മറച്ചു വെക്കാൻ കഴിയും. അതുകൊണ്ട് രഹസ്യജീവിതം നന്നാക്കണം എന്നൊക്കെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഒരു ഇല പോലും വീഴുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടുകൂടി മാത്രമാണ് എന്ന ആശയം വരുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ് വന്നിട്ടുള്ളത്? പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ഇല പോലും അള്ളാഹു അറിയാതെ വീഴുകയില്ല എന്ന ആശയം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് ചോദ്യം. ആർക്കും പറയാം, തെറ്റിയ കുഴപ്പമൊന്നുമില്ലല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്താണ്. സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ തസ്ഖുതു ബിം വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു ഇല പോലും അള്ളാഹു അറിയാതെ വീഴുകയില്ല എന്നാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. 3 ചോദ്യങ്ങളായി. 4-മത്തേത്, നമ്മൾ ധാരാളം തവണ പലപ്പോഴായി കേട്ടു പരിചയമുള്ള ഒരു ഹദീസിലെ ഒരു പ്രയോഗം. അതായത് ധാരാളം നന്മകൾ ചെയ്ത ഒരു വ്യക്തി, പർവ്വത സമാനമായി നന്മകൾ ചെയ്ത ഒരാൾ, അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതത്തിലെ സൂക്ഷ്മത കുറവ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ നിഷിദ്ധമാക്കിയത് ആളുകൾക്കിടയിൽ ഒഴിവാക്കുകയും ഒറ്റക്കാകുമ്പോൾ ചെയ്തു പോവുകയും ചെയ്തതിന്റെ പേരിൽ ആ പർവ്വത സമാനമുള്ള നന്മകൾ ധൂളികളാക്കി കളയും. എന്നിട്ട് അയാളുടെ ഫലങ്ങളൊക്കെ, അയാളുടെ കർമ്മങ്ങളൊക്കെ ഫലശൂന്യമായി പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് പർവ്വതത്തോട് ഉപമിച്ചാണ് എന്നാണ്. അത് മദീനയിലെ വെള്ള മണലത്തരികളുള്ള തിഹാമ, ഉത്തരം പറഞ്ഞൂടെ അല്ലെ, തിഹാമ പർവ്വതത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി ഉപമിച്ചിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് പരാമർശങ്ങൾ വായിക്കുകയാണ്. അതിൽ തെറ്റായ പരാമർശം ഏതാണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒരു ചോദ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാചകമായാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. എല്ലാ പ്രവാചകന്മാരും പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആരോടും പ്രാർത്ഥിക്കാവുന്നതാണ്. മീസാനിൽ ഏറ്റവും ഭാരമുണ്ടാക്കുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ട 4 പരാമർശങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഏതാ? 3-മത്തേതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ പിന്നെ ആരോടും പ്രാർത്ഥിക്കാന്ന് വാദിക്കുന്ന ആളുകൾ മലയാളക്കരയിലുണ്ട്. പക്ഷെ തീർത്തും തെറ്റായ ശിർക്കായ ഒരു പരാമർശമാണ് അത്. അള്ളാഹുവിന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ അടിസ്ഥാനപരമായ തത്വങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇഹ്സാ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട്. പ്രധാനപ്പെട്ട നാമങ്ങൾ 99 എണ്ണമാണ്. എന്നാൽ ഇത്ര എണ്ണമാണ് എന്ന് ക്ലിപ്തപ്പെടുത്തി കൃത്യമായി പറയുക സാധ്യമല്ല. ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ടതല്ലാത്ത നാമങ്ങൾ തന്നെയും അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് പേരുകൾ ചേർത്തി പറയുമ്പോൾ, അബ്ദ് ചേർത്തി പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളാന്ന് ഉറപ്പുവരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ചിലത് അതേപോലെ പടപ്പുകൾക്ക് ഇടാൻ പറ്റുന്നതുണ്ട്, എന്നാൽ പറ്റാത്തതുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഒന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവർ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്, അള്ളാഹു അവരെ നേരിടും എന്ന് പറയുന്ന ഒരു ആയത്ത്. ഈ ആശയം വരുന്ന ആയത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല എന്ന് വരുന്ന ആശയം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിയോ? സൂറത്തുൽ അഅറാഫാണ്. സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ ആയത്താണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ മാലിക് എന്നത് സിനിമക്ക് പേരായിട്ടിട്ടു. ഒരു ഗുരുതരമായ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമമായ നാമമാണ് അള്ളാഹു വിലക്കിയ പലതും നടക്കുന്ന ഒരു പ്രക്രിയക്ക് പേരിടുന്നത്. വലിയ തെറ്റാണ്. ഇത് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് വേഗത്തിൽ പറയണം. ഏറ്റവും അധികം തവണ വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകൻ ആരാണ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഏറ്റവും അധികം തവണ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഏറ്റവും അധികം തവണ പരാമർശിക്കപ്പെട്ട സമുദായം ബനൂ ഇസ്രായേലിലുമാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആ സമൂഹത്തെ ബനു ഇസ്രായേലിനെ, ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിയുടെ ഒരു പേരുമാണ്. അതും അദ്ദേഹത്തിന്റെ സന്താന പരമ്പര മുഴുവൻ അറിയപ്പെടുന്ന പേരാണ്
ബനു ഇസ്രായേൽ എന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 136 തവണയാണ്. 136 തവണയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ അദ്ദേഹത്തിന്റെ പേരാണ് വന്നിട്ടുള്ളത്. എത്ര സൂറത്തുകളിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് വന്നിട്ടുള്ളത്? ഈ 2-3 ചോദ്യങ്ങളിൽ ഒന്നെങ്കിലും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് എത്ര സൂറത്തുകളിൽ വന്നിട്ടുണ്ട് എന്നാണ് അടുത്തൊരു ചോദ്യം. 34 സൂറത്തുകളിലാണ്. നമ്മൾ ഇത് ഒന്ന് ആവർത്തിച്ച് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് ഒരു ഓർമ്മ ഉണ്ടാവും. മാത്രമല്ല അത് നമുക്കൊരു സഹായമാകും ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾക്ക് അത് ഉപകാരപ്പെടും എന്ന നിലക്ക് നമ്മൾ ചാനലിൽ കയറ്റി വിടുന്നുണ്ട്. അള്ളാഹു അതൊക്കെ ഒരു സ്വീകാര്യയോഗ്യമായ പ്രവർത്തനമായി പരിഗണിക്കട്ടെ. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേര് 136 തവണ വന്നിട്ടുണ്ട്. 34 സൂറത്തുകളിലാണ്. ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേരാണ്. ഇനി താഴെ പറയുന്ന വിശേഷണങ്ങളിൽ മൂസാ നബിയുടെ വിശേഷണമായി വന്നിട്ടുള്ളത് ഏതാണെന്നാണ്. കലിമത്തുല്ലാ, ഖലീലുല്ലാ, കലീമുല്ലാ, റൂഹുല്ലാ. കലീമുള്ളയാണ്. കലിമത്തുല്ലാ എന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. റൂഹുല്ലാ എന്നും കലിമത്തുല്ലാ എന്നുമൊക്കെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും, ഖലീലുല്ലാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും, കലീമുല്ലാ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഏത് കുട്ടികൾക്കും അറിയുന്ന ഒരു ചോദ്യമാണ്, സാധ്യതയൊന്നുമില്ല എന്നാലും നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ പേര് തൗറാത്ത്. അദ്ദേഹം ഒരു പ്രകാശം കാണുകയും അങ്ങനെ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് റഅ നാറൻ ഫഖാല ലി അഹ്ലിഹി മിക്സു ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ് ഔ അജിദു അലൻ നാരി ഹുദാ. ഇത് റഅ അദ്ദേഹം കണ്ടു, നാറൻ ഒരു തീ കണ്ടു. ഫഖാല ലി അഹ്ലിഹി തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഉംകുസു നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഇന്നി ആനസ്തു നാറ. ആനസ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ആനസ അമാനി മൗലവി റഹ്മത്തുള്ള പ്രത്യേകം ആ വാക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. അല്ല, ആനസ എന്ന് പറഞ്ഞാൽ റഅ എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? റഅ കണ്ടു, വജദ. ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ്. ആതീകും എന്ന് പറഞ്ഞാലാണ് കൊണ്ടുവരിക. അത്താബി പറഞ്ഞാലാണ് കൊണ്ടുവരിക. ഇനി അടുത്ത അതേ ആയത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്, ഖബസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആതീകും മിൻഹ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവരാം, ബിഖബസ്. ഖബസ് എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി എന്നാണ് അർത്ഥം. തീക്കനൽ എന്നൊക്കെയാണ് ഖബസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. ഇനി അവിടെ വരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീ കണ്ട സ്ഥലം ഏതാണ് എന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതില് തൗറാത്തിൽ അതിന് വേറൊരു പേരുണ്ട്. ആ പേരൊക്കെ ചിലപ്പോ ഒന്ന് അമാനി മൗലവി റഹിമുല്ല അവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കുന്നത് നന്നാകും. അതായത് 10ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 10ാമത്തെ ആയത്താണ്. 6 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ 10ാമത്തെ ആയത്തിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുകയാണ്. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖലഉൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. അവിടെ തന്നെ വന്നു അത്. അതെ, തൂരിസീന തുവാ പർവ്വതത്തിന്റെ തൂരിസീന പർവ്വതത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീ കണ്ടത്. അവിടുന്ന് അള്ളാഹു പറയുന്നുണ്ട്, ഫഖലഉൻ അലൈക മമാന നഅൽ നഅലുൻ. ചെരിപ്പ്. നഅൽ എന്ന് പറഞ്ഞാൽ ചെരിപ്പ്, പാദരക്ഷ അല്ലേ? അതാണ് നഅൽ എന്ന വാക്കിന്റെ അർത്ഥം. അവിടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹ്യ് കൊടുത്ത വഅനഖ്തർതുക ഫസ്തമിഅ ലിമാ യുഹാ, വഹ്യ് നൽകപ്പെടുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു ഇങ്ങനെ തൗഹീദ് പഠിപ്പിക്കാണ്. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനി വഖ്മിസ് സ്വലാത്ത ലിദിക്രി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വഹ്യുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടിയിരുന്ന ഒരു 4-5 രൂപങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ. ആ കൂട്ടത്തിൽ ഒന്ന് സ്വപ്നം കാണലാണ്, അതുപോലെ തന്നെ ബോധനം നൽകലാണ്, മനസ്സിന് തോന്നലാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തന്നെ രൂപത്തിൽ വരലാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്ത രൂപത്തിൽ വഹ്യ് നൽകപ്പെട്ടിരുന്നു എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. നമ്മുടെ പഠന സഹായിയിലും അതിൻ്റെ ആ വ്യത്യസ്ത രൂപങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന സ്വപ്നങ്ങൾ പകൽ വെളിച്ചം പോലെ പുലരുക എന്നതായിരുന്നു അതിലെ ഒരു രൂപം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് മലക്കുകൾ ഇട്ടുകൊടുക്കുന്ന, ജിബ്രീൽ അലൈഹിസ്സലാം ഇട്ടുകൊടുക്കുന്ന ചില സന്ദേശങ്ങളായിരുന്നു മറ്റൊരു രൂപം. അതുപോലെ തന്നെ മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഹാജരാവുക എന്നതായിരുന്നു മറ്റൊരു രൂപം. ജിബ്രീലിന്റെ തന്നെ രൂപത്തിൽ 2 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്ക് ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മണിനാദത്തിന്റെ ഒരു ശബ്ദം, ജറസ്, അതിന്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കും, അത് വഹ്യിന്റെ ആഗമനമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഏതായിരുന്നാലും സ്വഹാബികളുടെ രൂപത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ പേര് പ്രത്യേകം നമ്മുടെ പഠന സഹായിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പറയണ്ടോ? ദിഹിയത്തുൽ കൽബി, ദാല് ഹാ യാ താ, ദഹിയ എന്നും ദിഹിയ എന്നും പറയാം. ദാലിന് ഫത്ഹ് കൊണ്ടും കിസ്റു കൊണ്ടും ഉച്ചാരണമുണ്ട്. രണ്ടും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ല, ഇപ്പൊ ദിഹിയത്തുൽ കൽബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത സംഭവങ്ങളിൽ കാണാം. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കുക. ഒരാളവിടെ വന്നിരുന്നു, അങ്ങനെ സംസാരിച്ചു. പോയി കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത് ആരാന്ന് മനസ്സിലായോ? ആ ദിഹിയല്ലേ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ പറയാണ്, ഞാൻ ദീർഘകാലം അന്ന് വന്നിരുന്നത്, ഇടക്കിടക്ക് വന്നിരിക്കുന്നത്, പ്രവാചകനോട് സംസാരിച്ചു പോയിരുന്നത് ദിഹിയന്നെയാണ് എന്നാ വിചാരിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബയിൽ ദിഹിയയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് ഇടയ്ക്കിടെ വരാറുണ്ട് എന്ന് പറയുന്നത് വരെ ഇടക്കിടക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ വിചാരിച്ചത് ദിഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇടയ്ക്കിടെ വരുന്നത് എന്നായിരുന്നു എന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. പിന്നീട് അങ്ങോട്ട് നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുക എന്നുള്ളതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേതും ഏത് പ്രവാചകന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് തന്നെ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പറയണ ഫിറഔനിനോടാണ് പഠിപ്പിക്കാൻ ഉത്തരവാദിത്വം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തൗഹീദിന്റെ പ്രാധാന്യം, ഷിർക്കിന്റെ ഗൗരവം പറഞ്ഞിടത്ത് ഷിർക്കിന്റെ വിവിധ വകുപ്പുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യല്, ഏലസ് കെട്ടല്, ഏതെങ്കിലും വ്യക്തിയിലോ ശക്തിയിലോ സ്ഥലത്തോ പ്രത്യേകം ഗുണമുണ്ട് എന്ന് പ്രതീക്ഷിക്കല്. എനിക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു. ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു മരത്തിന്റെ അരികിലൂടെ, ദാത്തു അൻവാത്ത് എന്ന മരത്തിന്റെ അരികിലൂടെ പോയപ്പോ ഞങ്ങൾക്കും ഇതുപോലൊരു കൊളുത്തുമരം കിട്ടിയ തരക്കടില്ല എന്ന് ആഗ്രഹിച്ച സ്വഹാബികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞ അതേ സംസാരമായി പോയി. സുബ്ഹാനല്ലാഹ്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് പറഞ്ഞതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ശിർക്കാന്ന് പഠിപ്പിച്ചു കൊടുത്തു. മാത്രവുമല്ല, അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏലസുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്ന് തന്നെ, അത് ബന്ധിക്കുന്നവൻ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചത് നമ്മൾ പറഞ്ഞു.
മൻ ഹലഫ ബിഗൈരില്ല, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ ശിർക്ക് ചെയ്തു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഒന്നാണ് ശകുനം നോക്കൽ ശിർക്കാണ് എന്ന് ആവർത്തിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം. ഈ ശകുനം നോക്കൽ എന്നതിന് അവിടെ വന്നിട്ടുള്ള അറബി പ്രയോഗം എന്താണ്? നമ്മൾ പറഞ്ഞാൽ നീ വിചാരിക്കും ഇതൊക്കെ പറയണതാണല്ലോ, അത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് അത്വീറത്തു ഷിർക്കുൻ. ശകുനം നോക്കൽ ഷിർക്കാണ്. അന്ന് രണ്ട് രൂപങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷിയെ പറത്തിയിട്ട് വലതുഭാഗത്തേക്ക് പോയാൽ ഉഷാറാകും, അല്ലെങ്കിൽ അമ്പ ചെയ്തിട്ട് ഇദ്ഹബിലേക്ക് പോയാൽ അന്ന് യാത്ര തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു. അങ്ങനെ വല്ലതും മനസ്സിൽ തോന്നിയാൽ അതിന്റെ പ്രായച്ചിത്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തൊയ്റ ഇല്ലാ തൊയ്റുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ തൊയ്റ ഇല്ലാ തൊയ്റുക് വലാ ഇലാഹ ഗൈറുക എന്ന് പറയണം എന്നാണ്. അപ്പൊ ശകുനം നോക്കുക അത് ശിർക്കാണ്. അതിന് തുയ്റ എന്നാണ് അറബിയിൽ പ്രയോഗിക്കുക. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവന് വരാൻ സാധ്യതയുള്ള കുറെ അപകടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഏറ്റവും ഗുരുതരമായ ശിർക്കിന്റെ അപകടങ്ങൾ ഒന്ന്, അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല, വലിയ അക്രമമാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം ഫഖദ് ലല്ല ദലാലം ബഈദാനും ദലാലം മുബീനാന്നും പറഞ്ഞു. വ്യക്തമായ വഴികേടിലാണ് ശിർക്ക് ചെയ്ത ആള്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബി, അല്ലാഹ് അത് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് നരകം ശാശ്വതവും സ്വർഗം നിഷിദ്ധവുമാണ് എന്ന് പഠിപ്പിച്ചു. കൂട്ടത്തിൽ ഒന്നാണ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഒന്നുകിൽ അവനെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അവനെ കാറ്റ് വിദൂരമായ സ്ഥലങ്ങളിൽ തള്ളിയിടും എന്ന ആശയം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? ഇത് ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് മാറിപ്പോകാൻ കുറെ സൂറത്തുകളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലാണ് ഈ ആശയം വരുന്ന ആയത്തുള്ളത്. 31-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കുക എന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം നിലനിർത്തുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അതോടൊപ്പം ചെലവഴിക്കുകയും കൂടി ചെയ്താൽ, അതായത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും നാം കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്താൽ യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർക്ക് നഷ്ടം വരാത്ത കച്ചവടമാണ് പ്രതീക്ഷിക്കാനുള്ളത്, ലാഭത്തിനുമേൽ ലാഭം കിട്ടുന്ന കച്ചവടത്തിലാണവർ എന്ന് അല്ലാഹ് പറഞ്ഞ ആയത്ത് ഏത് സൂറത്തിലാ? സൂറത്തു ഫാത്തിറിലെ 29-ാമത്തെ ആയത്താണ്. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 29-ാമത്തെ ആയത്ത് നമ്മുടെ പഠന സഹായിയിൽ നമ്മൾ പ്രത്യേകം പഠിച്ചു പോയിട്ടുള്ള ഒരു ആയത്താണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും പിന്നീട് അന്ത്യനാളുമായി ബന്ധപ്പെട്ട ആയത്തുകളിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. 15-ാമത്തെ ആയത്തിൽ ഇന്നസ്സാഅത ആതിയത്തുൻ, തീർച്ചയായും അന്ത്യസമയം നിലയിൽ വരിക തന്നെ ചെയ്യും. അഖാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോരുത്തരും ചെയ്തത് പ്രതിഫലം പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയത് എപ്പോഴാ എന്ന് അള്ളാഹു അറിയിക്കാതെ ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ സാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥമായി പല അർത്ഥങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ചിലത് പറയാം, അതിൽ പെടാത്തത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. പെടാത്തത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം അത്രയും സിമ്പിളാണ്. 1 മണിക്കൂർ, 2 അന്ത്യദിനം, 3 വിചാരണ സമയം, 4 സമയം, 5 വാച്ച്. ഇനി വേണമെങ്കിൽ എത്രയും പറയാം. വാച്ച്, മണിക്കൂർ, വിചാരണ, അന്ത്യദിനം, സമയം. വാച്ച് എന്നർത്ഥം ഉണ്ടല്ലോ സാഴത്തിന്. വാച്ചിന് സാഴത്ത് എന്നല്ലേ പറയാ. വിചാരണയാണ്, വിചാരണ. കൂട്ടത്തിൽ നിന്ന് വേഗം കണ്ടെത്തുന്ന ഒരു ഇത് എനിക്ക് ഓപ്ഷൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ സാധാരണ പരീക്ഷക്കൊക്കെ വരുമ്പോ ആകെ കൺഫ്യൂഷൻ ആക്കണ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. ഒന്ന് ശ്രദ്ധിക്കാം. താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന ഏത്? അന്ത്യസമയം പെട്ടെന്നായിരിക്കും സംഭവിക്കുക, അന്ത്യസമയം വെള്ളിയാഴ്ചയായിരിക്കും സംഭവിക്കുക, അന്ത്യസമയം എപ്പോഴാണെന്ന് പ്രവാചകന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ, അന്ത്യസമയത്തിന് ഖുർആനിൽ ധാരാളം പേരുകൾ വന്നിട്ടുണ്ട്. പ്രവാചകന്മാർക്ക്
മാത്രമേ അറിയിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് തെറ്റാണ്. കാരണം എല്ലാവർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണോ? അല്ല, ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. വയസ്അലൂനക അനിസ്സാഅ അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. അതിന്റെ പര്യാവസാനം, അതിന്റെ ആത്യന്തികമായ അറിവ് അള്ളാഹുവിനാണ്. ചില ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അശ്റാത്തു സാ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഒന്ന് പരലോകത്തിൽ അവിശ്വസിക്കലും, 2 ദേശം. ഒരു ആയത്ത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നു. അവിടെ നമ്മൾ ആധുനികമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഇന്ന് നിലവിൽ കാണുന്ന മതനിരാസം, ദൈവനിഷേധം, ലിബറലിസം, ലഹരിയുടെ ഉപയോഗം, സ്വവർഗാനുരാഗം, സ്വതന്ത്ര ലൈംഗികത, ഇതിലേക്കൊക്കെ മനുഷ്യനെത്താൻ കാരണം 2 കാര്യമാണ്. ഒന്ന്, പരലോകം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയണില്ല. 2, ദേഹേച്ഛയെ പിൻപറ്റൽ. ലിബറലിസം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും എന്താ? ദേഹേച്ഛയെ പിൻപറ്റലാണ്. സ്വന്തം തോന്നിയതൊക്കെ ശരിയാന്ന് തോന്നുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയാണ്, ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഫലാ യസുദ്ദന്നക അൻഹാ, ഈ പരലോക വിശ്വാസത്തിൽ നിന്ന് താങ്കൾ പിഴച്ചു പോകാതിരിക്കട്ടെ, താങ്കളെ ഇതിൽ നിന്ന് യാതൊരു കാര്യവും തടയാതിരിക്കട്ടെ. മൻ, ഒരുത്തൻ, ലാ യുഅ്മിനു ബിഹാ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ, വത്തബഅ ഹവാഹു, സ്വന്തം ഇച്ഛയെ പിൻപറ്റിയവൻ. ഈ 2 വിഭാഗം, ഈ 2 സ്വഭാവമുള്ളവരാണ് കുടുങ്ങുക. ഓരാണ് നമ്മളെ കുടുക്കുക. ഏതൊക്കെയാണ്? ഒന്ന്, മൻ ലാ യുഅ്മിനു ബിഹാ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ. 2, വത്തബഅ ഹവാഹു, സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നവൻ. ഈ 2 ഗുണമുണ്ടോ? ഓല് നമ്മളെ തെറ്റിക്കുകയും ചെയ്യും, അവർ പിഴച്ച് പോവുകയും ചെയ്യും. ലല്ലു ഫഅലല്ലു, അവർ പിഴക്കും, പിഴപ്പിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരലോക ബോധവും അല്ല പറഞ്ഞതാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന ചിന്തയും. എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ റബ്ബിന്റെ ആഗ്രഹം. ഈ ലോകമല്ല, ഒരു പരലോകം. ഈ ജീവിതമല്ല, ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾക്കല്ല, എൻ്റെ റബ്ബ് പഠിപ്പിച്ച ആഗ്രഹങ്ങൾ, എൻ്റെ റസൂലുള്ള എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രസ്തുത ആ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മുഹ്ലികാത്തുൻ, മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലും ഒന്ന് എണ്ണിയത് എന്താണ്? ദേഹേച്ഛയാണ്. അതേപോലെ മറ്റൊന്ന് എണ്ണിയത് ഫശുഹുൻ മുതാഉൻ, അങ്ങേയറ്റത്തെ പിശുക്ക്, ദേഹേച്ഛ. മൂന്നാമത്തെ ഒന്നും കൂടി ഉണ്ട്. അതെന്താണ്? ഈ നമ്മളെ പഠനസഹായിയിൽ പ്രത്യേകം കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കണം, ചോദ്യം വരാൻ സാധ്യതയുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ നശിപ്പിക്കണ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പിശുക്ക്, 2 ദേഹേച്ഛ, 3 വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. ഞാൻ തരക്കെടില്ല എന്ന തോന്നൽ വരൽ, സ്വയം മതിപ്പ് തോന്നൽ, ഞാൻ അവിടെ എത്തിയത് കൊണ്ടാണ്, ഞാൻ ഭാരവാഹി ആയപ്പോഴാണ്, ഞാൻ അങ്ങോട്ട് ചെന്നതുകൊണ്ടാണ്, ഞാൻ ആ കുടുംബത്തിൽ പെട്ടതുകൊണ്ടാണ്, ഞാൻ അവിടുന്ന് കല്യാണം കഴിച്ചതുകൊണ്ടാണ്, ഞാൻ നല്ല പാട്ടുകാരനാണ് എന്ന് അവനവന് തോന്നുക. മനുഷ്യനെ നശിപ്പിച്ചു കളയും ആ സ്വഭാവം. ഉജ്ബ്, എന്താ പറയാ? ഉജ്ബ്, സ്വയം മതിപ്പ് തോന്നൽ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതാണ് മറ്റൊരു ചോദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി നിങ്ങൾ പറയണം, അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കാൻ പോണത്. ഷമാൽ എന്നതിൻ്റെ വിപരീതം എന്താണ്? ഷമാൽ, ഞാൻ പറയാ, 3 ഓപ്ഷൻ നൽകാം. 1 അൽ യമീൻ, വലത്. 2 അൽ ജനൂബ്, തെക്ക്. 3 അൽ വറാ, പിൻഭാഗം. ഷമാൽ എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? യമീൻ, തരം തെറ്റല്ലേ? അത് ഷിമാലിന്റെ അല്ലേ? ഇത് ഷമാലല്ലേ? ക്ലാസ്സിൽ നമ്മൾ അത് പ്രത്യേകം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടതുഭാഗം, അതിന്റെ വിപരീതമാണ് യമീൻ, വലതുഭാഗം. ഷമാൽ എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗം, അതിന്റെ ലിദ്ദാണ് ജനൂബ്. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. പഠനസഹായിയിൽ അത് ഇങ്ങനെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. യമീൻ അല്ല, ഷിമാൽ യമീൻ, ഷമാൽ ജനൂബ്, അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
ഒന്ന് ഷിമാൽ തന്നെയാണ് പറയാം, ഒന്ന് ഷമാലാണ്. ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടതുഭാഗം, മറ്റേത് വടക്ക് ഭാഗം. ഓക്കെ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താ മൂസ നിന്റെ കയ്യിലുള്ളത്? അദ്ദേഹം ആ കാര്യം ഇങ്ങനെ പറയാണ്, ഹിയ അസായാ, ഇത് എന്റെ വടിയാണ്, ഇതെനിക്ക് പല ഉപകാരങ്ങളുമുള്ള വടിയാണ്. അതവക്കഉ അലൈഹാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഊന്നി നടക്കും. വഅഖ്ശു ബിഹാ അലാ ഗനമി, എന്റെ ആടിന് ഞാൻ പൊന്ത പൊട്ടിച്ചു കൊടുക്കും. വലിയ ഫിഹാ മആരിബു ഉഖ്റാ, എന്താ മആരിബ് എന്ന വാക്കിന്റെ അർത്ഥം? ഫവായിദ് എന്നാ. എന്താ ഫായിദ? ഫായിദ പറഞ്ഞാ ഉപകാരം, ഉപകാരങ്ങൾ, പ്രയോജനങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ശ്രദ്ധിക്കണം. ആവശ്യങ്ങൾ, പ്രയോജനങ്ങൾ, ഈ രണ്ട് അർത്ഥമാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുള്ളത്. രണ്ടും വന്നേക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഓപ്ഷനിൽ ഏതിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ആവശ്യങ്ങൾ എന്നായിരിക്കും ഉണ്ടാകുക, പ്രയോജനങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ വേറെ മൂന്നെണ്ണാവും. അപ്പോൾ ആ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. ആവശ്യങ്ങൾ, പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ എന്നൊക്കെയാണ് മആരിബ് എന്ന വാക്കിന്റെ അർത്ഥമായി തഫ്സീറുകളിൽ കാണുന്നത്. ഹയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹയ്യത്ത്, പാമ്പ് അല്ലെ. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലത്ത് വടിയിട്ടപ്പോൾ പാമ്പായി ഇഴഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് വ്യത്യസ്ത സൂറത്തുകളിൽ വിവിധ പദങ്ങളാണ് വന്നിട്ടുള്ളത്. സുഅബാൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്, ജാന്ന് എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഈ സൂറത്തിൽ വന്നിട്ടുള്ളത് എന്താണ്? ഹയ്യത്ത് എന്നാ. ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരിക. താഴെ കൊടുത്ത പാമ്പ് എന്നർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങളിൽ സൂറത്ത് ത്വാഹയിൽ വന്നത് ഏതാണ്? ഇങ്ങനെയൊക്കെ ആവാം. അല്ലെങ്കിൽ താഴെ കൊടുത്തതിൽ പാമ്പ് എന്നർത്ഥം വരാത്ത പദം, അല്ലെങ്കിൽ താഴെ കൊടുത്തതിൽ പിന്നെ കൂട്ടത്തിൽ പെടാത്തത്, ഈ മൂന്ന് പദം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പാമ്പാണ്, വേറൊന്ന് തേളായിരിക്കും. ഇങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോ അതൊന്ന് നോക്ക്. ഹയ്യത്ത് എന്ന പദമാണ് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായിട്ടും പേടിക്കാണ്. കാരണം കയ്യിലുള്ള വടി നിലത്തിടുമ്പോൾ അത് പാമ്പായി ഇഴഞ്ഞു പോകുക എന്നത് ആരെ സംബന്ധിച്ചിടത്തോളവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താ? ഖുൽ ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറത്തഹൽ ലൂലാ. സീറത്തഹൽ ലൂലാ മാമന സീറ. സീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രൂപം എന്നാണ് ഇവിടെ പ്രധാനമായും അർത്ഥമായി വരുന്നത്. പക്ഷെ വ്യത്യസ്ത വാക്കുകൾ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന് എന്താ പറയാ? സീറ എന്നാ പറയാ. സീറ എന്ന് മാത്രം പറഞ്ഞാൽ അത് ആരുടെ ചരിത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. താരീഖ്, ചരിത്രം. താരീഖ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ എന്ന് ചോദിക്കണം. അത് ചിലപ്പോൾ താരീഖുൽ നബി ആകാം, താരീഖുൽ അംബിയാകാം, താരീഖു സ്വഹാബയാകാം, താരീഖു താബിഈനാകാം, താരീഖു ശുഅറാ കവികളുടെ ചരിത്രമാകാം. താരീഖ് എന്ന് പറഞ്ഞാൽ ആരുടെയും ചരിത്രത്തിന് പറയും. പക്ഷെ സീറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന് മാത്രമേ ഫുഖഹാക്കളും ഉലമാക്കളും ഉപയോഗിച്ചിട്ടുള്ളൂ. മുഅർരിഖീങ്ങൾ, താരീഖിന്റെ ആളുകളൊക്കെ ഉപയോഗിച്ചത്. സീറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം, ജീവിത ചരിത്രമാണ്. ഇവിടെ അതിന്റെ പൂർവസ്ഥിതി അല്ലെങ്കിൽ അതിന്റെ രൂപം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. സമ്പ്രദായം എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അള്ളാഹു പറഞ്ഞു അതിന്റെ പൂർവസ്ഥിതിയിലേക്ക്, അതിന്റെ പരമ്പരാഗതമായ രൂപത്തിലേക്ക്, സമ്പ്രദായത്തിൽ എന്താണോ അത് സംഭവിക്കുക അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും എന്ന അർത്ഥത്തിലാണ് സീറത്ത് എന്ന പദം ഇവിടെ വന്നിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ച 9 ദൃഷ്ടാന്തങ്ങൾ, അതിൽ താഴെ കൊടുത്തതിൽ പെടാത്തത് ഏതെന്നൊക്കെ വന്നേക്കാം. നമ്മളതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ആ 9 കാര്യങ്ങൾ നമ്മൾ നോക്കണം. 1 വടി, 2 കൈ കക്ഷത്ത് വെച്ചാൽ പ്രകാശം വരൽ, 3 മഴ ഇല്ലായ്മ മൂലമുണ്ടായ വരൾച്ച, ഓലൊന്ന് ഒരു ദൃഷ്ടാന്തമായിട്ട് കൊടുത്തതായിരുന്നു, ഓലൊന്ന് ചിന്തിപ്പിക്കാൻ. ജലപ്രളയം വന്നത്, വെട്ടുകിളി, പേൻ, തവള, രക്തം. ഈ 9 ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ അതല്ലാത്ത വേറെയും ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതക്ക് സത്യം ബോധ്യപ്പെടുത്താനും കാര്യങ്ങൾ ഇരുന്ന് ചിന്തിച്ച് ഉൾക്കൊള്ളാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഈ 9 ദൃഷ്ടാന്തങ്ങൾ നൽകി എന്ന് പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സൂറത്തുൽ ഇസ്രായിലാണ്. ഖുർആന്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാത്ത്. ഇതൊക്കെ നമ്മൾ പഠന സഹായിയും അമാനി മൗലവിയുടെ തഫ്സീറും
നമ്മുടെ ക്ലാസ്സും ഉപയോഗിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വലക്കത് ആതൈനാ മൂസ 9 ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി എന്ന് സൂറത്തുൽ ഇസ്രായിലെ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം 35 ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ 28-29ഓളം ചോദ്യങ്ങൾ എത്തി ഇൻഷാ അല്ലാഹ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ തൻ്റെ ദൗത്യം എന്താണ് എന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവാചകത്വത്തിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് പഠിപ്പിക്കാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ. മമന ത്വഗാ, അതിക്രമം കാണിക്കുക, അതിരി കവിയ. അവൻ അഹങ്കാരം മാത്രമല്ല കാണിച്ചത്, അങ്ങേയറ്റത്തെ അഹങ്കാരമാണ് കാണിച്ചത്. അവൻ ആക്രമിക്ക മാത്രമല്ല ചെയ്തത്, അങ്ങേയറ്റത്തെ അതിക്രമമാണ് അവൻ കാട്ടിക്കൂട്ടിയത്. അതാണ് ത്വഗ എന്ന വാക്കിന്റെ അർത്ഥം. അതിക്രമം കാണിച്ചു, അതിരി കവിഞ്ഞു, അക്രമം മുഴുത്തു എന്നൊക്കെയാണ്. അമാനി വലിയ കൊടുത്ത 3 അർത്ഥമാണ് പറഞ്ഞത്. അതിക്രമിയായി, അതിരി കവിഞ്ഞു, അക്രമം മുഴുത്തു. അതാണ് ത്വഗ എന്ന വാക്കിന്റെ അർത്ഥമായി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പോകാൻ പറഞ്ഞപ്പോ, ഇപ്പൊ നമ്മൾ 24 ആയത്തായി, പോകാൻ പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ചെയ്തത് ദുആ ചെയ്യാണ്. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതിൽ ഇവിടെ ഹൃദയ വിശാലതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചത്. അത് ആന്തരികമായ ഒരു കഴിവാണ്, മനസ്സിന് വിശാലായി കിട്ടുക. പിന്നെ പ്രാർത്ഥിച്ചത് വയസ്സിർലി അംരി, അത് ഭൗതികമായ സൗകര്യമാണ്. മനസ്സിലാവുണ്ടോ? ഒന്ന് ആന്തരികമായ ആത്മീയമായ പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട, എല്ലാം പടച്ചോന്റെ അടുത്ത് നിന്നാണെങ്കിലും അത് അഭൗതികമായി കിട്ടുന്ന ഒരു കഴിവാണ്. അത് ഹൃദയവിശാലത. ഹൃദയവിശാലത എന്നതിന് അറബിയിൽ എന്താണ് പറയാ? അമാനി മൗലവി പ്രത്യേകം ബ്രാക്കറ്റിലൊക്കെ ഇട്ടിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഹെഡ് എന്താ പറയാ? അതാണ് നമ്മളൊരു ചോദ്യം. ഷർഹുസ് സുദർ, എന്താ പറയാ? ഷർഹുസ് സുദർ, ഹൃദയ വിശാലത. അത് മനുഷ്യന് കിട്ടിയ ഭയങ്കര കിട്ടലാ. അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മളും പ്രാർത്ഥിക്കണം റബ്ബിശ്റഹ് ലീ സദ്രി എന്നൊക്കെ. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആരുടെയെങ്കിലും ഹൃദയം വിശാലമായാൽ അവന് കാര്യങ്ങളെല്ലാം റാഹത്തായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞത് വയസ്സിർ ലീ അംരി, കാര്യങ്ങളിൽ എളുപ്പം നൽകണേ എന്നാണ്. അതായത് ഭൗതികമായ സൗകര്യങ്ങളും ചെയ്തു തരണേ, പടച്ചോന്റെ അടുത്തുനിന്ന് ആത്മീയമായ ഗുണങ്ങളും കിട്ടണം, അതേപോലെ ഇത് പറയാനുള്ള കഴിവും ചെല്ലാനുള്ള മനസ്സും, അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒരു ഭൗതികമായ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ. പോരാ, എനിക്കെന്തു വേണം? വജ്അല്ലി വസീർ, അവിടെ യഫ്ഖഹു ഖൗലി മനസ്സിലാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വജ്അല്ലി വസീറൻ മിൻ അഹ്ലി. മാമന വസീർ, ഞാൻ ചോദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് വസീർ എന്ന വാക്കിന്റെ അർത്ഥത്തിൽ പെടാത്തത് ഏതെന്നാ. 1 മന്ത്രി, 2 സഹായി, 3 രാജാവ്, 4 പ്രജ. രാജാവും പ്രജയും പറഞ്ഞുകൊണ്ട് 2 എണ്ണം വന്നിട്ടുണ്ട് അല്ലേ? എന്നാ വേണ്ട പ്രജ ഒഴിവാക്കാൻ? ഏതാ? രാജാവാണ്. അത് മന്ത്രി, സഹായി, ഈ 2 അർത്ഥമാണ് വസീർ എന്ന വാക്കിനുള്ളത്. മന്ത്രി, സഹായി. അപ്പോ ഒരു രാജാവിന്റെ വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിയാവും. സാധാരണ നമുക്കൊക്കെ ഒരു വസീർ ഉണ്ട് എന്ന് പറഞ്ഞാൽ സഹായി ആവും. നമുക്ക് മന്ത്രി ഉണ്ടാവില്ലല്ലോ, വസീർ. അപ്പൊ നമുക്കുള്ള വസീർ ആരാ? സഹായികള് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, അവൻ എന്നേക്കാളും വ്യക്തമായി സംസാരിക്കുന്നവനാണ്. ഖുർആനിലെ ആ പ്രയോഗം എങ്ങനെയാണ്? ഖുർആനിലെ ആയത്താണ്, തഫ്സീറുകളിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. അമാനി മൗലവി റഹിമഹുല്ല പ്രത്യേകം കൊടുക്കുന്നുണ്ട്. ഹുവ അഫ്സഹു മിന്നി ലിസാന, ഹുവ അഫ്സഹു മിന്നി ലിസാന, അവൻ എന്നെക്കാളും നാക്കിട്ടടിക്കാൻ കഴിയും, എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കും, നല്ല വാചാലതയുള്ള വാക്ചാതുരിയുള്ള സംസാര വൈഭവമുള്ള വ്യക്തിയാണ് എന്ന് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞതാണ്. സൂറത്ത് ത്വാഹയിൽ വരുന്നില്ല എന്നേ ഉള്ളൂ.
എന്തുകൊണ്ടാണ് ഒരു വസീറിനെ ആവശ്യപ്പെട്ടത്? അദ്ദേഹത്തിന് എന്തുണ്ട്? വഹ്ലുലുഖ്ദതം മിൻ ലിസാനി, നാവിന്റെ കെട്ടഴിച്ചു തരണേ. തീ പൊള്ളലേറ്റതാണെന്നൊക്കെ ചർച്ചയുണ്ട്. എന്തോ ആകട്ടെ, ഒരു 4-5 ആയത്തുകളിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കാൻ ചില പ്രയാസങ്ങളുള്ള വ്യക്തിയായിരുന്നു എന്ന് അറിയിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്നത് പിന്നെ മുഫസ്സിരീങ്ങളും അതുപോലെ മുൻ വേദഗ്രന്ഥമായ തൗറാത്ത്, പിന്നെ എന്താ പറയാ, ബൈബിളിൽ ഒക്കെ വന്നിട്ടുള്ളതാണ് തീ പൊള്ളലേറ്റ സംഗതികളൊക്കെ. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹത്തിന് സംസാരിക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഹുവ അഫ്സഹു മിന്നി ലിസാന, എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും, അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി എൻ്റെ കൂടെ പറഞ്ഞയക്കണേ. ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സംഘടിത ദഅവത്തിന്റെ ഒരു പ്രാധാന്യം. ഒരാള് ചെയ്തിട്ട് നടക്കുന്നതിലേറെ ഒരാളും കൂടെ കൂടിയാൽ നടക്കും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി എന്നാണ് പ്രസ്തുത ആയത്തിനെ വിശദീകരിച്ചിട്ട് അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല പറഞ്ഞത്. എൻ്റെ നാട്ടിൽ ദഅവത്ത് നടത്തുന്ന സംഘടനയുണ്ട്, അപ്പോൾ ഞാൻ അതിൽ കൂടണോ, ഒറ്റക്ക് ദഅവത്ത് നടത്തണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ള വഹി കൊടുത്തിട്ട് ദഅവത്ത് നടത്താൻ പറഞ്ഞപ്പോൾ ഒരാളെയും കൂടിയും തരുമോ എന്നാ ചോദിച്ചത്. അപ്പോൾ എപ്പോഴും കൂട്ടത്തിൽ അത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൂടെ കൂടുക തന്നെയാണ് വേണ്ടത്. വകൂനു മഅസ്വാദിഖീൻ, സത്യസന്ധന്മാരോടൊപ്പം നീയും കൂടണം എന്ന ഖുർആന്റെ ആയത്തൊക്കെ ഉദ്ധരിച്ചാണ് നാസിറുദ്ദീനുൽ അൽബാനി റഹ്മത്തുള്ളാഹി കാര്യം പറയുന്നത്. അതേപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്നല്ലാഹ മഅൽ ജമാഅ, അല്ലാഹ് യദുല്ലാഹി മഅൽ ജമാഅ എന്ന ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസ്തുത കാര്യം അദ്ദേഹം പറയുന്നത്. എപ്പോഴും ഒരു കൂട്ടത്തിൽ കൂടലാണ് നമുക്ക് എപ്പോഴും ബറക്കത്ത് ഉണ്ടാകുക, ഒരു ഒറ്റക്ക് വേറിട്ട് നിൽക്കുന്നതിലേറെ നല്ലത്. മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട് കൂട്ടത്തിൽ നിന്ന് വേറിട്ട് പോകുന്ന ആട്ടിനെയാണ് ചെന്നായ പിടിക്കുക എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പോലും അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് എൻ്റെ അറിവും പരിചയവും വെച്ചിട്ട് പറയട്ടെ, അങ്ങനെ മാറിപ്പോകുന്ന ആളുകൾ അവസാനം ദഅവത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്നാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച്, ഇപ്പോൾ ഈ പരീക്ഷയും ഈ കൂട്ടായ്മയും ഈ QHLS ഒക്കെ എന്തിനാന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണമാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു അത് ഉൾക്കൊള്ളാനും മറ്റും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ മറ്റൊരു പദം, ഈ 2 ചോദ്യങ്ങൾ കൂടി ആയാൽ 35 ചോദ്യങ്ങളാകും. ഉഷ്ദുദ് ബിഹി അസ്രി, അസ്രി എന്നാണ് അസ്ർ എന്ന് പറഞ്ഞാൽ മുതുക് എന്നാണ് ശരിക്കും അതിന്റെ ആ വാക്കിന്റെ അർത്ഥം. എന്താണ്? മുതുക് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഥവാ ഉഷ്ദുദ് ബിഹി അസ്രി, എന്റെ മുതുകിനൊരു ശക്തി കിട്ടാൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്റെ കൂടെ ഒന്ന് ശക്തി പകരാൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അദ്ദേഹം മുഖേന ഒന്നുകൂടി ശക്തി നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഒരു ചോദ്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇതൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് എന്തിനാ? കൈ നുസബ്ബിഹക കസീറാ വനദുകുറക കസീറാ ഇന്നക കുൻത ബിനാ ബസീറാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ മൂസ താങ്കൾ മുമ്പ് ചോദിച്ചതൊക്കെ തന്നിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത സംഭവങ്ങൾ ആരംഭിക്കുകയാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഹദീസും അതിൽ നിന്നുള്ളൊരു ചോദ്യം കൂടിയും പറഞ്ഞ് 35 ചോദ്യങ്ങളോട് കൂടി ഇന്നത്തെ 30 ആയത്തുകൾ അഥവാ 36-ാമത്തെ ആയത്ത് മുതൽ 35-ാമത്തെ ആയത്ത് വരെയുള്ള ചോദ്യങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇത്ര പേരുണ്ടെങ്കിൽ തന്നെ യാത്രക്ക് ഒരു അമീറിനെ നിശ്ചയിക്കണം. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു യാത്രക്ക് എപ്പോഴും നല്ലത് കഴിയുന്നുണ്ടെങ്കിൽ മിനിമം അത്രയെങ്കിലും ആളുകൾ ഉണ്ടാവല. എത്രയാ? 3 ആണ്. 3-ന് പല നിലക്കും പ്രാധാന്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? വുളു എടുക്കുമ്പോൾ അവയവങ്ങൾ തല തടവൽ ഒഴികെയുള്ളതെല്ലാം 3 തവണയാണ് പഠിപ്പിച്ചത്. തല തടവൽ 3 തവണ ചെയ്യാൻ നമുക്ക് മടിയോ വിഷമോ ഒന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് മസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഅസഹു മറത്തൻ വാഹിദ, അല്ലാഹുവിന്റെ റസൂല് തല തടവിയപ്പോ 1 തവണയെ തടവിയുള്ളൂ. അപ്പൊ നമ്മളെ ഫിഖുഹും അഖീദയും സ്വഭാവവും സംസ്കാരം ഒക്കെ ഈ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ വുളു എടുക്കുക. എന്നാൽ 3-ന് ഒരു പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ പറയുമ്പോൾ 3 തവണ ആവർത്തിച്ചു പറയുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫർ, 3 പേരെങ്കിലും ഒരു യാത്രക്കുണ്ടെങ്കിൽ ഫൽയുഅമ്മിറു അഹദഹും, അവരിൽ ഒരാളെ നിങ്ങൾ അമീറാക്കണം. അപ്പൊ സെക്രട്ടറി, പ്രസിഡന്റ്, ലീഡർഷിപ്പ് ഇതൊക്കെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതും അല്ല, ഒരു വേള പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമായ കാര്യമാണ്
എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഖുർആനിന്റെ ഓരോ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ കേട്ടും വായിച്ചും പഠിച്ചും ദീൻ ധാരാളമായി ആഴത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.